പിന്നെ ഇത് നമ്മൾ മറ്റേ നേരത്തെ പശുക്കൾ കണ്ട അതുപോലത്തെ സ്ഥലമാണ്. ബട്ട് അവിടുത്തെ പൊക്കമുള്ള മലയുടെ മുകളിൽ ഇങ്ങനെ കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ച പോലെയുണ്ട്. പക്ഷെ നല്ല നല്ല വൈബാണ് കേട്ടോ അവിടെ. നല്ല നല്ല രസമുള്ള സ്ഥലമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോൺവെർസേഷനാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ബോർഡുകൾ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കുറേ ഇൻഫർമേഷൻ നമുക്ക് അവർ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്ഥലമൊക്കെ ഉണ്ടായെന്നും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇവർ നമുക്ക് കത്തീഡ്രൽ കോവിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അപ്പുറത്തെ ബോർഡിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതിനകത്ത് കുറേ നമ്മുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും. റോക്ക് ഫോൾ ആൻഡ് ലാൻഡ് റിസ്ക് അറ്റ് മറ്റോഹോയി കത്തീഡ്രൽ കോവ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് സൈഡിൽ റിസ്ക് ഒക്കെ ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗൈസ്, ഇത് ഭയങ്കര അധികം ഡേഞ്ചർ അല്ല, മറ്റേ റോക്ക് ഫോളിങ് ഒക്കെ ഉള്ള സ്ഥലവുമാണ്. ഇവർ നമുക്ക് കുറേ കത്തീഡ്രൽ കോവിനെ കുറിച്ച് കുറേ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഇവര് കണ്ടോ ഗൈസ്, നമ്മൾ കറക്റ്റ് അടിപൊളിയായിട്ട് നല്ല വ്യൂ ആണ് ഈ ദ്വീപുകളൊക്കെ കാണാനായിട്ട്. മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഗൈസ് ഇവിടെ കാണുന്നത് നമ്മളിപ്പോൾ. ഗൈസ് അപ്പം നമ്മളിതാ ഇനി കുറച്ച് ദൂരോടെയും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ബീച്ചിലോട്ട് നമ്മൾ എത്തും കേട്ടോ ഗൈസ്. നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ ഒരു മൗണ്ടൈൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. കണ്ടോ ഗൈസ്, മുകളിൽ നിന്ന് നല്ല വ്യൂ ആണ് ഈ ദ്വീപുകളുടെ. ഇപ്പം നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ കുറേ വ്യൂ ആണ്. താഴത്തോട്ടുള്ള വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, ഇനി നമ്മൾ കുറേ താഴത്തോട്ട് മല മുകളിൽ കയറിയിട്ട് പിന്നെ താഴത്തോട്ട് ഇറങ്ങി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹഹായ് ബീച്ചിലോട്ട് ഇനി എത്താൻ പോകുന്നത് കേട്ടോ ഗൈസ്. ഇതാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ ഗൈസ്. ഇത് നമ്മൾ ഈ ഐലൻഡ്സ്, ഈ സ്മോൾ ഐലൻഡ്സ് എങ്ങനെ ഫോം ചെയ്തെന്ന് അവർ പറഞ്ഞു തരുന്നുണ്ട്. അത് മാത്രമല്ല ഈ കത്തീഡ്രൽ കോവും പിന്നെ ഹണികൊങ്ങിനെ കുറിച്ചൊക്കെ കുറേ അവർ പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. അത് വായിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പാർട്ട് കമൻറ്റ് ഡൗൺ ബിലോ ചെയ്യണം കേട്ടോ. ബൈ.